തന്നെ എതിർക്കുകയാണ് സർ. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി 37 കൊലപാതകങ്ങൾ നടന്ന നാടാണ് കേരളം. അങ്ങനൊരു സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ്, ആ സേന വെൽ എക്വിപ്ഡ് ആണോ സർ? ആ സേനയുടെ ആകെ സ്ട്രെങ്ത് PTS കുക്കും തൊട്ട് എക്സൈസ് കമ്മീഷണർ വരെ ആകെ 5603 പേര് മാത്രമാണുള്ളത്. അങ്ങനെ മുൻപ് തന്നെ സേനയിൽ അംഗങ്ങളില്ലാത്തൊരു സേനാ സംവിധാനത്തിലേക്ക് പുതിയൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് അവയർനെസ് പ്രോഗ്രാമിൻ്റെത്. അവയർനെസ് പ്രോഗ്രാം കൂടി എക്സൈസ് തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ ആ സേനയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ മിനിസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ അവസ്ഥ ആലോചിക്കണ്ട, മന്ത്രി അങ്ങയുടെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ഒയാസിസ് പോലുള്ള കമ്പനികൾ വരുമ്പോൾ അങ്ങ് ബ്രൂവറിയുടെയും ലഹരിയുടെയും വക്താവായി സംസാരിക്കേണ്ടി വരും. അതേ അങ്ങ് തന്നെ ഈ ലഹരി ഉപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചാൽ നമസ്കാരം. രാഹുൽ മാക്കൂട്ടത്തെ ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണത്തിൻ്റെ മുൻമുനയിൽ നിന്നിരുന്ന CPM-ലെ അല്ലെങ്കിൽ LDF-ലെ കുറേയധികം നേതാക്കന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു PK ശശി. KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ നമ്മളത് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. ഇത് UDF-ഉമായിട്ട് ഒരു ചർച്ച ചെയ്തുകൊണ്ട് UDF-ലേക്ക് ചേക്കേറാനായിട്ടുള്ളൊരു തന്ത്രമാണ്. സ്വാഭാവികമായിട്ട് UDF-ൻ്റെ MLA ആയിട്ട് ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നു. ശശി തന്നെ പറഞ്ഞിരിക്കുന്നു, താൻ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എത്ര കറക്റ്റായിട്ട് വന്നിരിക്കുന്നു. അതായത് രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരുന്ന ഒരു SSP എന്ന ആ ഗൂഢസംഘത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളന്ന് പറഞ്ഞിരുന്നു, അങ്ങനെയാണ് എങ്കിൽ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിലുള്ള ഇങ്ങനെ നിഴൽ പീഡന പരാതിയായിട്ട് നടക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേര് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്? ഒരു ഡസനോളം. അതിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് P ശശി, PK ശശി, M മുകേഷ്, KB ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ, കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, ശ്രീരാമകൃഷ്ണൻ, ഗോപി കോട്ടമുറിക്കൻ. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ മകളെ 2ാം ഘട്ട കെട്ടിയ വകയിൽ വരുമാനമായിട്ട് വന്നിരിക്കുന്ന മുഹമ്മദ് റിയാസ്. ഇങ്ങനെ ഇവരെല്ലാം ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞ സ്ത്രീപീഡന കേസുകളിലെ പ്രതിയോ അല്ലെങ്കിൽ സ്ത്രീപീഡന കേസുകളിൽ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നവരോ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു PK ശശി. KTDCയുടെ ചെയർമാനായിരുന്നു. എന്താണെങ്കിലും അയാൾ ഈ കഴിഞ്ഞ ആഴ്ച രാജിവെച്ചിരുന്നു. KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇന്നിപ്പോൾ ആ വ്യക്തി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞാൻ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. പക്ഷേ PK ശശിക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്, നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്, രാഹുൽ മാക്കൂട്ടത്തെ UDF-ലേക്ക് കോൺഗ്രസ്സിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തെ 1ാം സ്ഥാനം നൽകി രാഹുൽ മാക്കൂട്ടത്തിന് സീറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ PK ശശിക്ക് ഒരു സപ്പോർട്ടിങ്ങിൻ്റെ ഒരു ഭാഗം പോലും കൂടെ UDF-ൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പാടുള്ളൂ. കാരണം ഈ PK ശശിയുടെ നേർക്ക് വന്നിരിക്കുന്ന ആരോപണത്തിൻ്റെ 10-1 പോലും ഗൗരവമുള്ളതല്ല രാഹുൽ മാക്കൂട്ടത്തിന് നേരെ വന്നിരിക്കുന്ന പീഡന ആരോപണങ്ങൾ. കാരണം ആ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. അതിനൊന്നും കാതലായിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല. അത് ഈ പറയപ്പെട്ട രീതിയിലുള്ള ഒരു പീഡനമേ അല്ല. അത് അവരുടെ സൗഹൃദപരമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പീഡനമായിട്ട് പൊക്കിക്കൊണ്ട് വന്നതാണ് എന്നുള്ളത് കോടതികൾ തന്നെ തെളിവുകൾ സഹിതം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടം ഇതിനകത്ത് ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കോൺഗ്രസ് നേതൃത്വം ആ ഒരു മനുഷ്യനെ ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു നിഗൂഢ പദ്ധതി ഒരിക്കലും നടക്കില്ല. പൊതുസമൂഹത്തിൻ്റെ ജനവികാരം അതിശക്തമായിട്ട് രാഹുൽ മാക്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തെ ആണ് എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് ഒരു UDF-ൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയാക്കി എത്രയും പെട്ടെന്ന് ആദ്യമേ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് PK ശശി ഇനിയിപ്പം UDF-ലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ മേലുള്ള പീഡന ആരോപണങ്ങൾ നിങ്ങൾ വിഴുങ്ങുകയാണെങ്കിൽ പോലും കൂടെ PK ശശിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രസ്താവനയെങ്കിലും വരാൻ പാടുള്ളൂ എന്നുള്ളത് ഇവിടെ പൊതുസമൂഹത്തിൻ്റെ വികാരമായി നിന്നുകൊണ്ട് അതിശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുന്നു. കാരണം ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ചിട്ടാണെങ്കിലും CPM-ൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കാരണം CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പ്രസ്ഥാനമില്ല. അത് പിണറായിസ്റ്റുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു.
അതിൻ്റെ ഫലമായിട്ട് ഈ ശക്തരായിട്ടുള്ള കറതീർന്ന അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള CPM നേതാക്കളെല്ലാം ഇന്ന് ഒതുക്കപ്പെട്ടിരിക്കുന്നു. 63 വർഷക്കാലം CPMൻ്റെ ഏറ്റവും കരുത്തനായ കറതീർന്ന ഒരു നേതാവ് എന്ന് പറയപ്പെട്ടിരുന്ന ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാവ് G. സുധാകരൻ, അതായത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന G. സുധാകരൻ ഇനി മുതൽ പാർട്ടി അംഗത്വം വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, ഞാൻ ഇനി മുതൽ പാർട്ടി മെമ്പറായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഇത്രയും കാലത്തെ, അതായത് ജനിച്ചു വളർന്ന കാലം മുതലെന്ന് വേണമെങ്കിൽ പറയാം, 63 വർഷമായിട്ട് CPMൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആലപ്പുഴ ജില്ലയിൽ G. സുധാകരൻ കഴിഞ്ഞിട്ട് മറ്റാരും ഉള്ളൂ. തോമസ് ഐസക് പോലും G. സുധാകരന് ശേഷമേ അവിടെ പാർട്ടികൾ അംഗങ്ങളുടെ ഇടയിലോ അല്ല പാർട്ടിയിലോ ഒരു സ്ഥാനത്തോ വരുന്നുള്ളൂ. അത്രയും കറതീർന്ന ഒരു നേതാവാണ് G. സുധാകരൻ. ആ G. സുധാകരൻ പോലും പാർട്ടി വിടുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കാരനായി ഇനി അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം സ്നേഹിച്ചു വന്നൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് അതിലങ്ങ് നിലനിന്ന് പോകുന്നു എന്ന് മാത്രം. മറ്റൊരു CPMൻ്റെ ഉന്നതരായിട്ടുള്ള ഒരു നേതാവാണ് ശരിക്കും പറഞ്ഞ KK ശൈലജ. നമ്മളത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. KK ശൈലജ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയനേക്കാൾ കൂടുതൽ ജനപിന്തുണയോടുകൂടി CPMൽ കടന്നു വന്നൊരു നേതാവും, അതുപോലെ തന്നെ ആ ഒരു ജനപിന്തുണ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസഭയിൽ പോലും ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിരുന്നതും അതിനുശേഷം വടകരെ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ച് തുന്നം പാടിച്ചതും, ഏറ്റവും അവസാനം ഇപ്പോൾ അവർ മത്സരിച്ചിരുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറി വന്ന KK ശൈലജനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം വടകര മണ്ഡലത്തിൽ കൊണ്ടുവന്ന് തോൽപ്പിച്ച് അവരുടെ ഇമേജ് ഇടിപ്പിക്കുക കൂടി ചെയ്തു. അതിനേക്കാളുപരി ഈ പ്രാവശ്യം മട്ടന്നൂർ മണ്ഡലം കൊടുക്കാതെ പകരം കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UDFൻ്റെ കുത്തക മണ്ഡലമാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് KK ശൈലജനെ വീണ്ടും LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതായത് G. സുധാകരൻ്റെ അതേ പാതയിലേക്ക് KK ശൈലജ മനഃപൂർവ്വം മാറേ പറ്റുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ KK ശൈലജനെ ഇനി പേരാവൂരിൽ കൂടി തോൽപ്പിച്ച് ഒന്നും അല്ലാതാക്കുക എന്നുള്ള പിണറായിസ്റ്റ് തന്ത്രം, അതാണിപ്പോൾ സംഭവിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇപ്പം പിണറായിക്ക് സ്തുതി പാടുന്നവർക്കൊക്കെ മാത്രമാണ് സീറ്റുകളും കൊള്ളാവുന്ന മണ്ഡലങ്ങളും ഉള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ എങ്ങനെയാണെങ്കിലും ശരി, ഏതായാലും ഈ ഇലക്ഷനോട് കൂടി ഒന്നും അല്ലാണ്ടാകുക എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പാത ഒരു കാരണവശാലും കോൺഗ്രസ്സുകാർ പിന്തുടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് രാഹുൽ മാക്കൂട്ടത്തെ തിരിച്ചെടുത്തുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെ UDFൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ PK ശശിക്ക് ഒളിഞ്ഞുകൊണ്ട് നിന്നുകൊണ്ടാണെങ്കിലും ശരി സഹായം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് ഈ ന്യായമായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമാണ്. ആ വികാരം എന്ന് പറയുന്ന അതിശക്തമായൊരു വികാരമാണ്. ആ വികാരത്തിനോടൊപ്പം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അത് ചെവിക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്ന ഒരു അപജയം അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു അടി എന്ന് പറയുന്നത് അത് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.